പാലക്കാട് നടന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിനെ തുടർന്ന് കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ പാലക്കാട് കണ്ണാടി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന വേദിയിലാണ് പങ്കെടുത്തത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, വലിയ വീരവാദങ്ങളായിരുന്നു, രാഹുലിനെ ഞങ്ങൾ അടുപ്പിക്കില്ല, പുറത്താക്കി എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ കാര്യത്തോടടുത്തപ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. പറയൂ അരുൺ. തീർച്ചയായിട്ടും കണ്ണാടിയിലാണ്, കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ കണ്ണാടി മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ കോൺഗ്രസ് അവരുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ ഒരു വശത്ത് പറയുന്നു. അതേസമയം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതോടുകൂടെ തന്നെ സജീവമായിട്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ യോഗങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും ഉൾപ്പെടെ രാഹുൽ പങ്കെടുക്കുന്ന ഒരു സ്ഥിതിയാണ് പാലക്കാടുള്ളത്. പ്രത്യേകിച്ച് ഈ കണ്ണാടിയിലാണെങ്കിൽ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ സ്ഥാനാർത്ഥിയാണ്. അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപന പരിപാടിയിലാണ് രാഹുൽ പങ്കെടുത്തിരിക്കുന്നത്. നേരത്തെ ഇതേ കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ തന്നെ കാഴ്ചപ്പറമ്പ് ഭാഗത്ത് ഒരു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ക്ഷീരസഹകരണ സംഘത്തിൻ്റെ ഒരു മുകളിലുള്ള ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നിരുന്നു. അതും രാഹുലിൻ്റെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗം നടന്നത്. അന്ന് മാധ്യമങ്ങൾ ഈ യോഗം ചേരുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞ് അവിടെ എത്തിയപ്പോൾ രാഹുൽ അങ്ങനെ ഒരു യോഗമേ അല്ല നടന്നതെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഒരു വശത്ത് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇപ്പോഴാവട്ടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ എല്ലാ തരത്തിലുള്ള യോഗങ്ങളിലും പരിപാടികളിലും ഒക്കെ ഈ രാഹുൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ വിഭാഗമാണ് രാഹുലിനെ ഇത്തരം പരിപാടികളിലൊക്കെ പങ്കെടുപ്പിക്കുന്നത്. രാഹുലിനൊപ്പം ഈ യോഗങ്ങളിലും മറ്റുമൊക്കെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നതും ഷാഫി പറമ്പിൽ പക്ഷത്തു നിന്നുള്ള കോൺഗ്രസ് നേതാക്കളെയാണ്. അതേസമയം തന്നെ മറുവിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിൽ വലിയ അമർഷമുണ്ട്. ഈ രാഹുലിനെതിരെ നിരവധി സ്ത്രീകളുടെ ലൈംഗിക പീഡന ആരോപണ പരാതിയും നിർബന്ധിത ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിക്കുന്നതായുള്ള ഓഡിയോ സന്ദേശങ്ങളും ഒക്കെ പുറത്തു വന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ പാർട്ടി നടപടി സ്വീകരിച്ച് VD സതീശൻ ഉൾപ്പെടെ ഈ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നു ഒരു വശത്ത്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ ഒരു വശത്ത് പറയുന്നു. മറുവശത്താണെങ്കിൽ ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടെ പാർട്ടി യോഗങ്ങളിലേക്ക് ഉൾപ്പെടെ രാഹുൽ എത്തുന്നു എന്നുള്ളതാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് നേതൃത്വത്തെ ഏതായാലും മറുവിഭാഗം നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അരുൺ, അതോടൊപ്പം ചോദിക്കുകയാണ്, ഈ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത രാഹുലിന് അവിടെ എന്താണ് റോൾ, എന്താണ് നേതൃത്വം വിശദീകരിക്കുന്നത്? അതാണ് ഈ ഒരു വിഷയത്തിലുള്ള കാര്യം. അതാണ്, അതായത് രാഹുലിന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി, പാർട്ടി ചുമതലകൾ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഈ കാര്യങ്ങളിലൊക്കെ നേതൃത്വം വഹിച്ചു നിൽക്കുന്നത്, അതായത് ഒരു യോഗം ചേരുകയാണെങ്കിൽ ആ യോഗത്തിന് നേതൃത്വം നൽകുന്നത് രാഹുലാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും മുൻപന്തിയിൽ നേതൃനിരയിൽ എന്ന തരത്തിൽ നിൽക്കുന്നത് രാഹുലാണെന്നുള്ളതാണ് പാലക്കാട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം. ഏതായാലും കോൺഗ്രസ് തന്നെയാണ് ഇതിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കേണ്ടത്. എന്താണ് ഇവരുടെ ഈ ഒരു പാർട്ടി നടപടി, അല്ലെങ്കിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കൽ എന്നൊക്കെ പറയുമ്പോൾ അത് ഈ പൊതുജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമാണോ, അതോ ഇങ്ങനെ ഒരാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് ഒരു വശത്ത് പറഞ്ഞ് മറുവശത്താണെങ്കിൽ ഇത്തരത്തിൽ പാർട്ടി പരിപാടികളിൽ തന്നെ സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തന്നെയാണ് ഈ വിഷയത്തിൽ കൃത്യമായി മറുപടി പൊതുജന സമക്ഷം പറയേണ്ടത് എന്നുള്ളത് തന്നെയാണ്. ശരി അരുൺ, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കം പുറത്താക്കിയെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ഇതിനിടയിലാണ് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിനെ തുടർന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ പാലക്കാട് കണ്ണാടി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന വേദിയിലും എത്തി എന്നുള്ളത്. അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.